ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 5-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നേഴ്സ് മറിയ വിക്ടോറിയ ജുവാൻ ഫ്രം ഫിലിപ്പൈൻസ് വൺ ദ പ്രസ്റ്റീജിയസ് ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് 2024. അപ്പം നേഴ്സ് മറിയ വിക്ടോറിയ ജുവാൻ, ഫിലിപ്പൈൻസുകാരിയായ മറിയ വിക്ടോറിയ ജുവാനാണ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് 2024 ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നേഴ്സ് മറിയ വിക്ടോറിയ ജുവാൻ ഫ്രം ഫിലിപ്പൈൻസ്, എ കൺസൾട്ടൻറ്റ് ഓഫ് ഫിലിപ്പൈൻസ് ആർമി ഹെൽത്ത് സർവീസസ് ആൻഡ് കേണൽ Reserve Force of Armed Forces of the Philippines has been honored with as the winner of the Astor Guardians Global Nursing Award 2024 and awarded with a $250,000 US dollar at a prestigious award ceremony held in Bengaluru, India. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യുന്ന എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫിലിപ്പൈൻസ് ഹെൽത്ത് സർവീസ്, ഫിലിപ്പൈൻ ആർമി ഹെൽത്ത് സർവീസ് ആൻഡ് കേണൽ റിസർവ് ഫോഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ് ഫിലിപ്പൈൻസിൽ ആണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് കിട്ടിയിരിക്കുകയാണ് നേഴ്സായ മറിയ വിക്ടോറിയ ജുവാന്. ആ പ്രൈസ് മണി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,50,000 US ഡോളറാണ് അതിൻ്റെ പ്രൈസ് മണി. പിന്നെ ലോഞ്ച്ഡ് ഇൻ 2021, ദ ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് റെക്കഗ്നൈസസ് ദ ക്രിട്ടിക്കൽ റോൾ ഓഫ് നഴ്സസ് ഇൻ ഹെൽത്ത് കെയർ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ദിസ് ഇയർ ഓവർ 78,000 അപ്ലിക്കേഷൻസ് വർ റിസീവ്ഡ് ഫ്രം 202 കൺട്രീസ്, മാർക്കിംഗ് എ 50% ഇൻക്രീസ് ഫ്രം 2023. അപ്പോൾ 2023 ആപ്ലിക്കേഷൻസിനെക്കാട്ടിലും 50% കൂടുതലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എബൌട്ട് ആസ്ട്ര DM ഹെൽത്ത് കെയർ, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഫൗണ്ടഡ് ഇൻ 1987 ബൈ ഡോക്ടർ ആസാദ് മൂപ്പൻ, ആസ്ട്ര DM ഹെൽത്ത് കെയർ ഇസ് എ ലീഡിംഗ് ഇൻറ്റഗ്രേറ്റഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ സർവീ അക്രോസ് 7 countries. പിന്നെ നെക്സ്റ്റ് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. ചൈന എക്സ്പാൻസ് പ്രസൻസ് ഇൻ അന്റാർട്ടിക്ക വിത്ത് ഇറ്റ്സ് ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിക് മോണിറ്ററിംഗ് സ്റ്റേഷൻ. അപ്പോൾ ചൈന അവരുടെ പ്രസൻസ് അന്റാർട്ടിക്കയിലേക്ക് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് വിത്ത് ഇറ്റ്സ് ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിക് മോണിറ്ററിംഗ് സ്റ്റേഷൻ വഴി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ് ജസ്റ്റ് സെക്കൻഡ്, നെക്സ്റ്റ് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. നെക്സ്റ്റ് പേജിലും കൂടി ആയിട്ട് ഇല്ല, നെക്സ്റ്റ് പേജിലില്ല. നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. 43,30,121 accounts opened under Mahila Samman Savings Certificate Scheme till 31/10/2024. ഒക്ടോബർ 31, 2024 വരെ 43,30,121 അക്കൗണ്ട്സ് ആണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിൻ്റെ അണ്ടറിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അതിൻ്റെ സം ഓഫ് ദ സാലറിൻ ഫീച്ചേഴ്സ് ഓഫ് ദ സ്കീമിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ അക്കൗണ്ട് മേ ബി ഓപ്പൺ വിത്ത് എ മിനിമം ഡെപ്പോസിറ്റ് ഓഫ് 1,000 rupees ആൻഡ് മാക്സിമം ഡെപ്പോസിറ്റ് ഓഫ് 2 lakh rupees ഫോർ എ ടെന്യൂർ ഓഫ് 2 years ഓൺലി. അപ്പോൾ ഇതിൻ്റെ ടേം പീരീഡ് എന്ന് പറയുന്നത് 2 വർഷത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുക. 1,000 രൂപയോ അല്ലെങ്കിൽ 2,00,000 രൂപ വരെയോ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ദ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദ സ്കീം ഈസ് 7.5% പെർ ആനം. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിൽ നമുക്ക് 7.5% ഇൻട്രസ്റ്റ് കിട്ടുക, വിച്ച് ഇസ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ് അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്ക് കൂട്ടുന്നത്. ആൻഡ് ക്രെഡിറ്റഡ് ടു ദ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. The facility of a partial withdrawal and premature closure on compassionate grounds are also available under this scheme. അപ്പോൾ ഈ സ്കീം വഴി പാർഷ്യൽ വിഡ്രോവൽ, അതായത് കുറച്ച് അടച്ചതിന് കുറച്ച് തുക നമുക്ക് വിഡ്രോ ചെയ്യുക. അതേപോലെ പ്രിമച്വർ ക്ലോഷർ, അതായത് ആ ടേം എൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് വേണമെങ്കിൽ എമർജൻസി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആ പൈസ മുഴുവനായിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കും. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മഹീന്ദ്ര ഫിനാൻസ് ആൻഡ് മാഗ്മ HDI ജനറൽ ഇൻഷുറൻസ് പാർട്ട്ണർ ടു ബൂസ്റ്റ് ഫിനാൻഷ്യൽ ആക്സസ് ഫോർ എമർജിംഗ് ഇന്ത്യ. അപ്പം മഹീന്ദ്ര ഫിനാൻസ് ആൻഡ് മാഗ്മ HDI ജനറൽ ഇൻഷുറൻസ് പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ് ടു ബൂസ്റ്റ് ഫൈനാൻഷ്യൽ ആക്സസ് ഫോർ എമർജിംഗ് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Supply Chain Council formed under Supply Chain Resilience Agreement with USA as chair and India as vice chair.
അപ്പോൾ സപ്ലൈ ചെയിൻ കൗൺസിൽ ആൻഡ് ഫോം ചെയ്തിരിക്കുകയാണ് അണ്ടർ സപ്ലൈ ചെയിൻ റിസൈലിയൻ്റ് എഗ്രിമെൻറ്റിൻ്റെ അണ്ടറിൽ. വിത്ത് USA ആയിരിക്കും അതിൻ്റെ മെയിൻ കൺട്രി ആൻഡ് ഇന്ത്യ ആസ് വൈസ് ചെയർ. അതായത് വൈസ് ചെയർ ആയിട്ട് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യ ഹാസ് സൈൻഡ് ദ സപ്ലൈ ചെയിൻ റിസൈലിയൻസ് എഗ്രിമെൻറ്റ് പില്ലർ 2 ഇൻ നവംബർ 2023 അണ്ടർ ദ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ പ്രോസ്പെറിറ്റി, എ 14-member plurilateral grouping in the region. The agreement seeks to strengthen supply chain crucial for national security and economic stability. The agreement came into force on February 24, 2024. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിക്കാം. സപ്ലൈ ചെയിൻ കൗൺസിൽ ഫോം ചെയ്തിരിക്കുകയാണ് സപ്ലൈ ചെയിൻ റിസൈലിയൻസ് എഗ്രിമെൻറ്റിൻ്റെ അണ്ടറിൽ. USA ആണ് അതിൻ്റെ ചെയർ, ഇന്ത്യ വൈസ് ചെയറുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽസ് ആൻഡ് പെട്രോകെമിക്കൽസ് ലോഞ്ചസ് ദ ഫസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഓൺ കെമിക്കൽ ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽസ് ആൻഡ് പെട്രോകെമിക്കൽസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഓൺ കെമിക്കൽ ആൻഡ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ് ഇവിടെയാണ്. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഭാരതി എയർടെൽ സൈൻസ് multi-billion ഡീൽ വിത്ത് എറിക്സൺ ഫോർ 4G ആൻഡ് 5G എക്സ്പാൻഷൻ. അപ്പോൾ ഭാരതി എയർടെൽ സൈൻ ചെയ്തിരിക്കുകയാണ് multi-billion ഡീൽ വിത്ത് എറിക്സൺ ഫോർ 4G ആൻഡ് 5G എക്സ്പാൻഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. DRI അതായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് to celebrate 67 years of service, fortifying India's economic front lines. അപ്പോൾ DRI അതായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഇന്ത്യയുടെ പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ്. അവർ 67th ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. കൊട്ടാക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി set to enter AIF space to launch 2,000 crore rupees private credit fund. അപ്പോൾ കൊട്ടാക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എൻ്റർ ചെയ്യാൻ പോവുകയാണ് AIF സ്പേസിൽ ടു ലോഞ്ച് 2,000 crore rupees പ്രൈവറ്റ് ക്രെഡിറ്റ് ഫണ്ടാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊട്ടാക് മഹീന്ദ്ര അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഈസ് സെറ്റ് ടു എൻ്റർ ദ പ്രൈവറ്റ് ക്രെഡിറ്റ് മാർക്കറ്റ് വിത്ത് ദ ലോഞ്ച് ഓഫ് ഫണ്ട് വിച്ച് എയിംസ് ടു റേസ് ബിറ്റ്വീൻ 1,500 crore rupees ആൻഡ് 2,000 crore rupees നെക്സ്റ്റ് മന്ത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Simplify ITR forms, get one rate one section for TDS, tax deducted at source, Deloitte survey. അപ്പോൾ സിംപ്ലിഫൈ ITR ഫോംസ് സിംപ്ലിഫൈ ചെയ്യാൻ ഗെറ്റ് വൺ റേറ്റ് വൺ സെക്ഷൻ ഫോർ TDS Deloitte സർവേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ഫയലേഴ്സ് വാണ്ട് സിംപ്ലിഫൈഡ് ITRs ഫോർ ഇൻഡിവിജ്വൽസ്, easier way for computing incentives and deductions, and simplification of TDS framework for one rate one section, a Deloitte survey said. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ തേർഡ് പേജിലും കൂടി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അതായത് ന്യൂസ് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Institute of Aerospace Medicine will host the 63rd annual conference of the Indian Society of Aerospace Medicine. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസിൻ ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് 63rd ആനുവൽ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് എയറോസ്പേസ് മെഡിസിൻ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് എയറോസ്പേസ് മെഡിസിൻ ഈസ് ഓർഗനൈസിംഗ് ഇറ്റ്സ് 63rd ആനുവൽ conference at Institute of Aerospace Medicine, Bengaluru from 5th to 7th December 2024. The institute deals with the military and civil aerospace medicine, including the human aspects of a space flight program of the country. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ് അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 4th December ആണ്.
അപ്പോൾ on December 19, 2019, the UN General Assembly adopted Resolution 74/245, which designated 4th December as International Day of Banks in recognition of the significant potential of multilateral development banks and other international development banks in financing sustainable development and providing know-how, and also in recognition of the vital role of banking systems in member states in contributing to the improvement of the standard of living. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ബാങ്ക്സ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 4th December ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, India's external debt rises by $31 billion to $647 billion in 2023, വേൾഡ് ബാങ്ക് റിപ്പോർട്ട്. അപ്പോൾ ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡെപ്റ്റ് റൈസ് ചെയ്തിരിക്കുകയാണ് $31 billion to $647 billion in 2023. വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതിൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡെപ്റ്റ് $31 billion ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ഇന്ത്യസ് ടോട്ടൽ എക്സ്റ്റേണൽ ഡെപ്റ്റ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ $31 billion to $646.79 billion in 2023, according to World Bank International Debt Report. The report further said that interest payment increased from $15.08 billion in 2022 to $22.54 billion in 2023. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI മൂവ്സ് അസറ്റ് ക്വാളിറ്റി ടു പുഷ് NBFCs സ്ലോ ഡൗൺ അസറ്റ് ഗ്രോത്ത് ടു 15% ഇൻ ഫിസിക്കൽ ഇയർ 25, ഫിസിക്കൽ ഇയർ 26 ക്രിസിൽ. അപ്പോൾ ക്രിസിൽ റിപ്പോർട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. RBI's regulatory initiatives and asset quality trends will push non-bank lenders to slow down their growth in asset under management to 15 to 17% in the current fiscal and next. Domestic rating agency CRISIL said on Monday. The sector had achieved a handsome growth of 23% in the asset under management in fiscal year 24, the agency said, adding that even with the slower growth, the asset under management expansion will be higher than the 14% of the last decade. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫുള്ളായിട്ട് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ക്രിസിലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് സുബോധ് റായ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.